Now we are moving on to Module 2. The major topics that comes under Module 2 are state, fundamental rights, directive principles and duties. So the first topic is definition of state. State എന്നാൽ എന്താണ്? A body of people occupying a definite territory and politically organized under one government. ഒരു ഗവൺമെന്റിന് കീഴിൽ അണിചേർക്കപ്പെട്ട് ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് ഉള്ള ഒരു കൂട്ടം ജനങ്ങളെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. Now we are moving on to next topic, that is fundamental rights. ഇപ്പം മലയാളത്തിലാണെങ്കിൽ മൗലിക അവകാശങ്ങൾ. അപ്പം എന്താണ് മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്? അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്തിലെ ജനതയ്ക്ക് അവരുടെ വ്യക്തിത്വം, സ്വാതന്ത്ര്യം, അതേപോലെ അവരുടെ സ്വാഭിമാനം ഇതൊക്കെ നിലനിർത്താനായി അവിടെയുള്ള ഗവൺമെന്റ് നൽകുന്ന ഒരു കൂട്ടം അവകാശങ്ങളെയാണ് നമ്മൾ അവിടുത്തെ അടിസ്ഥാന അവകാശങ്ങൾ അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. സോ ഇന്ത്യ ഗ്യാരണ്ടീസ് എ സെറ്റ് ഓഫ് റൈറ്റ്സ് considered essential for protecting human dignity, which is known as fundamental rights. Fundamental rights ensure equal and fair treatment of the citizen before the law. നിയമത്തിന് മുൻപിൽ എല്ലാവരും ഒരേപോലെയാണെന്നുള്ള തത്വം ഉറപ്പുവരുത്തുകയാണ് നമ്മൾ ഈ മൗലിക അവകാശങ്ങളിലൂടെ. So part 3 of the Indian Constitution, Article 14 to Article 35 deals with the fundamental right. ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാമത്തെ പാർട്ടിൽ അതിലുള്ള ആർട്ടിക്കിൾ 14 തൊട്ട് 35 വരെയുള്ള ഭാഗം നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറയാനാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ജനറൽ നേച്ചർ ഓഫ് ദിസ് ഫണ്ടമെന്റൽ റൈറ്റ്, or we are going to see what are the specialities of these rights or characteristics of these rights. നമ്മുടെ ഈ മൗലിക അവകാശങ്ങളുടെ സ്വഭാവം എന്താണ് എന്ന് നമ്മൾ നോക്കാൻ പോവാണ്. The first one is most elaborate. ഏറ്റവും ഇലാബറേറ്റ് അല്ലെങ്കിൽ ഏറ്റവും വിശദീകരിച്ച് എഴുതിയുള്ളതാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്നത്. It is the most elaborate chapter in the world. A full chapter containing 24 articles is devoted to it. ലോകത്ത് തന്നെ എഴുതപ്പെട്ടുള്ള ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനായി ഇത്രയധികം സ്പേസ് കൊടുത്തിട്ടുള്ളത് നമ്മുടേതിലാണ്, ഇന്ത്യൻ ഭരണഘടനയിലാണ്. ഒരു മുഴുവൻ ചാപ്റ്ററിലെ ഒരു 24 ആർട്ടിക്കിൾസും നമ്മൾ ഇത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കാണ്. The rights are explained in the minutest details along with an elaborate set of limitations imposed upon them. ഓരോ അവകാശവും വളരെ സൂക്ഷ്മമായി വിശദീകരിച്ച് എപ്പോഴൊക്കെ ആ അവകാശങ്ങൾ ഇല്ലാതെയാകും അല്ലെങ്കിൽ എവിടെ വരെയാണ് അവകാശമുള്ളത് എന്നുള്ളത് ഉൾപ്പെടെ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയിൽ. ദെൻ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് റൈറ്റ്. ഈ അവകാശങ്ങൾക്ക് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. നെഗറ്റീവ് റൈറ്റ് കംപ്രൈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്ട്രിക്ഷൻ ഓൺ ദി സ്റ്റേറ്റ്. Actually, this positive right gives complete freedom, while the negative right gives some restriction. For example, Article 10 forbids the state to confer any title other than military or academic distinction on any individual. അതായത് ഒരു സംസ്ഥാനത്തിന് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പോലത്തെ ബഹുമതികളോ സ്ഥാനമാനങ്ങളോ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ പത്മഭൂഷണോ അങ്ങനെയുള്ള അംഗീകാരങ്ങൾ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളൊന്നും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകാൻ കഴിയില്ല. അതൊരു റെസ്ട്രിക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് നെഗറ്റീവ് റൈറ്റ്സ് ആണ്. ദെൻ റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു അക്വയർ, ഹോൾഡ് ആൻഡ് ഡിസ്പോസ് ഓഫ് പ്രോപ്പർട്ടി. ഇതെല്ലാം എന്നാൽ പോസിറ്റീവ് റൈറ്റ്സ് ആണ് വരിക. നിങ്ങൾക്ക് ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, അതെല്ലാം നിങ്ങൾക്ക് യഥാർത്ഥ അർത്ഥത്തിലുള്ള അവകാശമായി തരികയാണ്. Then
സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ ദെയർ എൻഫോഴ്സ്മെന്റ്. അതായത് നിങ്ങൾക്ക് ഈ അവകാശങ്ങൾ വെറുതെ പേപ്പറിൽ എഴുതി തരികയല്ല, ഈ അവകാശം ഉണ്ട് അല്ലെങ്കിൽ ഇന്ന അവകാശം ഉണ്ടെന്ന്. അത് കൃത്യമായി പരിപാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യും. എങ്ങനെ? നീതിന്യായ വ്യവസ്ഥയുടെ സഹായത്തോടെ. So the rights are guaranteed to the people by legal enforcement. The Supreme Court is the guarantor and the guardian of the fundamental rights. നമ്മുടെ പരമാധികാര നീതിന്യായ വ്യവസ്ഥയിൽ സുപ്രീം കോടതിയാണ് ഇതിന്റെ കാവലാള്. എല്ലാ മനുഷ്യർക്കും തുല്യമായ രീതിയിൽ മൗലിക അവകാശങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് സുപ്രീം കോടതിയാണ്. നമ്മളുടെ ആരുടെയെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയിൽ പോയി നമ്മുടെ അവകാശ ലംഘനത്തിന്റെ കാര്യം പറഞ്ഞ് നമുക്ക് നേടിയെടുക്കാം. ഹൈക്കോടതിക്കും അത് സംരക്ഷിക്കപ്പെടേണ്ട ചുമതല നൽകിയിട്ടുണ്ട്. Then not absolute, that is it is suspendable in nature. ഇപ്പൊ ഈ മൗലിക അവകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തിമമല്ല, അല്ലെങ്കിൽ അവസാന വാക്കല്ല, അതിന് മാറ്റങ്ങൾ വരാം. The fundamental right can be restricted by an amendment of the Constitution. നമ്മുടെ ഭരണഘടനയിലെ ഒരു ഭേദഗതി വരുത്തിക്കൊണ്ട് ഇപ്പം നിലവിലുള്ള അവകാശങ്ങളെ കുറയ്ക്കാൻ സാധിക്കും. The Constitution provides for suspension of all or any of the fundamental rights during an emergency. ഒരു അടിയന്തരാവസ്ഥ കാലം വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള അവകാശങ്ങൾ മുഴുവനായും പിൻവലിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പിൻവലിക്കാനുള്ള അധികാരം രാഷ്ട്രത്തിനുണ്ട്. എന്നാൽ ഈ അടിയന്തരാവസ്ഥ പിൻവലിച്ച് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ അവകാശങ്ങൾ തിരിച്ചു കിട്ടുകയും ചെയ്യും. Then all rights not of equal weightage. ഈ അവകാശങ്ങൾ എല്ലാവർക്കും തുല്യമായ തോതിൽ അല്ല വരുന്നത്. അത് എവിടെ പൗരന്മാർക്കിടയിലല്ല. നമ്മുടെ രാജ്യത്ത് മറ്റൊരു ഫോറിനർ വന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് നമ്മുടെ പൗരന്മാരുടെ എല്ലാ അവകാശങ്ങളും അയാൾക്ക് കിട്ടില്ല. Some fundamental rights are exclusive to citizens only. For example, right to freedom of speech, equal opportunity for public employment, etc. പക്ഷെ ഈ ഈക്വാലിറ്റി ബിഫോർ ലോയൊക്കെ ഇന്ത്യയിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവകാശപ്പെടാവുന്ന കാര്യമാണ്. സോ ഇത്രയാണ് നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു സ്വഭാവം. 6 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. Now we are going to see the classification of fundamental rights. So, earlier, this Constitution of India had 7 fundamental rights that are taken from the Constitution of USA. But later, the right to property was abolished by 44th Constitutional Amendment. അപ്പോൾ ഭേദഗതി വരുത്തി നമ്മൾ ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് കളഞ്ഞു. ഇപ്പോൾ അങ്ങനെ നിലവിൽ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉള്ളത്. അതിൽ റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഇതൊക്കെ പെടും. അപ്പോൾ ഫസ്റ്റ് വണ് റൈറ്റ് ടു ഈക്വാലിറ്റി. It is explained in Article 14 to 18. ഇത്രയും ആർട്ടിക്കിൾസിലാണ് അത് പറയുന്നത്. Right to equality guarantees equal right for everyone, irrespective of religion, gender, race or place of birth. ഞാൻ എവിടെ ജനിച്ചു, എൻ്റെ വംശം ഏതാണ്, എൻ്റെ ജാതി, മതം, ഇതിനെല്ലാം അപ്പുറത്ത് എല്ലാ മനുഷ്യർക്കും ഈക്വലായുള്ള പരിരക്ഷ ഉറപ്പ് നൽകുന്നു. It can ensure equal employment opportunities in the government, ensure against discrimination by the state in matters of employment. ഇതെല്ലാം നമ്മുടെ ഈ റൈറ്റ് ടു ഈക്വാലിറ്റിയിൽ വരുന്നതാണ്. Then comes right to freedom, that comes under Articles 19 to 22. So freedom, സ്വാതന്ത്ര്യമാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഏറ്റവും ആളുകളെ വിലമതിക്കുന്ന കാര്യം, അല്ലേ? നമ്മൾക്ക് ഉള്ള സ്വാതന്ത്ര്യങ്ങൾ എന്തെല്ലാമാണ്? ഫ്രീഡം ഓഫ് സ്പീച്ച്,
freedom of expression, freedom of assembly, freedom of association, freedom to practice any profession, freedom to reside in any part of the country. ഇതെല്ലാം നമുക്ക് തന്നിട്ടുള്ള ഫ്രീഡം. നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാം, രാജ്യത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് താമസിക്കാം, നമുക്ക് അതായത് ആയുധങ്ങളൊന്നും എടുക്കാതെ കൂട്ടം കൂടാം, നമ്മുടെ ആശയങ്ങൾ നമുക്ക് ഏതെങ്കിലും മാധ്യമത്തിലൂടെ നമുക്ക് പ്രകടിപ്പിക്കാം, നമ്മൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ സംസാരിക്കാം. ഇതെല്ലാം നമുക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. Then comes fundamental right number 3, that is right against exploitation, which comes under Article 23 to 24. നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും ചൂഷണത്തിൽ നിന്നും സംരക്ഷിതരാകാനുള്ള അവകാശമുണ്ട്. ഒരുപാട് തരം ചൂഷണങ്ങളുണ്ട്. അതായത് ഹ്യൂമൻ ട്രാഫിക് ഉണ്ട്, ബാലവേലയുണ്ട്, മറ്റ് കുറ്റകൃത്യങ്ങളുണ്ട്. ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കപ്പെടാൻ നമ്മൾക്ക് അവകാശമുണ്ട്. ഇപ്പൊ ബാലവേല നമുക്കറിയാം, 14 വയസ്സുള്ള കുട്ടികളെ ഒരു തരത്തിലും ജോലിയെടുത്ത് അപകടകരമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നതിൽ നിന്ന് അവരെ സംരക്ഷിക്കാനുള്ള പരിരക്ഷ നമ്മുടെ രാജ്യം നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ഇനി അടുത്തത് 4ാമത്തെ റൈറ്റ് ഫ്രീഡം ഓഫ് റിലീജിയൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു സെക്യുലർ കൺട്രിയാണ്. ഓരോ ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിച്ച് അതുപോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അല്ലെ, ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രത്യേക പരിഗണനയൊന്നുമില്ല. അങ്ങനെ ഒരു ഈക്വൽ ആയിട്ടാണ് നമ്മളെ എല്ലാ മതങ്ങളുടെയും നമ്മുടെ രാജ്യത്ത് കാണുന്നത്. ഇനി അടുത്തത് ലാസ്റ്റത്തെ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, Article 29 to 30. These rights protect the right to religious, cultural and linguistic minorities by facilitating them to preserve their heritage and culture. അതായത് നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ, അതിപ്പം മതപരമായി ആകാം, ഭാഷാപരമായി ആകാം, സാംസ്കാരികപരമായി ആകാം, അങ്ങനെ കുറച്ചു പേരുള്ള ആ ഒരു കൂട്ടത്തിനെ, അവരുടെ പൈതൃകത്തിനെ, അവരുടെ സംസ്കാരത്തെ സംരക്ഷിക്കാനുള്ള പരിരക്ഷ ഉറപ്പാക്കുന്നുണ്ട് ഈ അവകാശങ്ങൾ. അതുപോലെ എല്ലാവർക്കും വിദ്യാഭ്യാസം നേടാനുള്ള അവകാശവും കൊടുക്കുന്നുണ്ട്. Then right to constitutional remedies. അത് വരുന്ന കാറ്റഗറി 32 to 35 വരെയാണ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് നമ്മളുടെ അവകാശങ്ങൾ എപ്പോഴെങ്കിലും ലംഘിക്കപ്പെട്ടാൽ നമുക്ക് അതിനു വേണ്ടി സുപ്രീം കോടതിയിൽ പോയി നമുക്കത് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതും ഒരു അവകാശമായി നമ്മുടെ ഭരണഘടനയിൽ കൊടുത്തേക്കുകയാണ്.